അമേരിക്കയ്ക്ക് ഇന്ന് മുന്നറിയിപ്പുമായി ഇറാൻ വന്നു. കരയുദ്ധത്തിന് വന്നാൽ ശത്രുസേനയിൽ ആരും ബാക്കി ഉണ്ടാകില്ല എന്നാണ് ഇറാന്റെ കരസേനാ മേധാവി അമീർ ഖത്താമി എന്ന് പറഞ്ഞത്. ഇറാൻ ദേശീയ മാധ്യമമായ IRIB-യോടാണ് അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ വിജയപ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നതും ഇന്ന് പ്രധാനപ്പെട്ട കാര്യമായി. ഇന്ന് രാവിലെ 6:30 മണിക്ക് ഇന്ത്യൻ സമയം അദ്ദേഹം നടത്തിയ പ്രക്ഷേപണത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. ഇറാനെ തിരികെ ശിലായുഗത്തിലേക്ക് പറഞ്ഞയക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ്. എന്നാൽ സൈനിക നടപടി എന്ന് അവസാനിക്കുമെന്നതിൽ അവ്യക്തത തുടരുകയാണ്. അമേരിക്കൻ മധു കൊട്ടാരക്കര ചേരുന്നു. മധു കൊട്ടാരക്കര, ഗുഡ് ഈവനിങ്. മധു, ഈ അദ്ദേഹം പറഞ്ഞത് ശിലായുഗത്തിലേക്ക് ഇറാനെ അയച്ചു എന്നല്ലേ, പാസൻസിലല്ലേ അദ്ദേഹം പറഞ്ഞത്? അത് രണ്ട് രീതിയിലുമുള്ള വ്യാഖ്യാനം വരുന്നുണ്ട്. അതായത് ശിലായുഗത്തിലേക്ക് അയക്കുവാൻ അമേരിക്കയ്ക്ക് പ്രാപ്തിയുണ്ടെന്നും എന്നുള്ള രീതിയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പോസ്റ്റ് വന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കരയുദ്ധം എന്ന് പറയുന്നത് ആദ്യം മുതൽക്ക് തന്നെ പെന്റഗണും അതുപോലെ തന്നെ മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ആഴ്ച പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അമേരിക്കയ്ക്ക് ഒരു ദീർഘനാൾ ഒരു കരയുദ്ധം പശ്ചിമേഷ്യ പോലുള്ള ഒരു ഭൂപ്രകൃതിയിൽ ചെയ്യാൻ സാധിക്കത്തില്ല. ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട്, അതായത് പാരാമിലിറ്ററി ട്രൂപ്പുകൾ ഏതെങ്കിലും ഒരു പ്രത്യേക മിലിറ്ററി റെയ്ഡിന്റെ ഭാഗമായിട്ട് കരയിൽ ഇറങ്ങുമെന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. അതിലേക്കാണ് അമേരിക്കൻ സൈന്യം പോകുന്നതെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം അമേരിക്കൻ ജനത പ്രതീക്ഷിച്ചൊന്നല്ല. സാധാരണ രീതിയിൽ US പ്രസിഡന്റുമാർ അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിന് ഈ യുദ്ധത്തിന് പോയി, അല്ലെങ്കിൽ എന്ത് നേടി, ഇനി എന്ത്, ഈ 3 ചോദ്യങ്ങൾക്കും വ്യക്തമായ ഒരു ഉത്തരം ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടില്ല. കാരണം ഈ കഴിഞ്ഞ 30 ദിവസമായിട്ട് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചുകൊണ്ടിരുന്നതിന്റെ ഒരു സംക്ഷിപ്ത രൂപം മാത്രമായിരുന്നു. എന്നാൽ പകൽ വന്നിരുന്ന ചില സൂചനകൾ, ഈ പ്രസംഗത്തിന്റെ ചില കരട് രൂപങ്ങൾ റോയിട്ടേഴ്സുമായിട്ട് സംസാരിച്ചതിന്റെ ഒക്കെ വെളിച്ചത്തിൽ ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം അമേരിക്കൻ ജനതയോട് ഡൊണാൾഡ് ട്രംപ് പറയുമെന്നായിരുന്നു. ബൈൻഡിങ് അപ്പ് എന്നുള്ളതിന്റെ കൃത്യമായ ഡേറ്റ് പറയുമെന്നായിരുന്നു. എന്നാൽ ഇതൊന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ തന്നെ ഒരു ഈ അവസാനിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ആളിക്കത്തൽ എന്നുള്ള രീതിയിലുള്ള 2 ആഴ്ച കൊണ്ടുള്ള മിലിറ്ററി റെയ്ഡുകളോടുകൂടി ഇത് ഉപേക്ഷിക്കാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. പക്ഷേ യുദ്ധം ഡൊണാൾഡ് ട്രംപോ അല്ലെങ്കിൽ ഇറാനോ ഇവരാരുമല്ല തീരുമാനിക്കുന്നത്. ഈ അദൃശ്യ ശക്തികളും അതുപോലെ തന്നെ ആയുധ ലോബിയുമാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് ഇൻസൈഡ് ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് വരുന്നത്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധമുള്ള പല ആൾക്കാരും ഇൻസൈഡ് ട്രേഡിംഗ് നടത്തി അതിലൂടെ വലിയ കൊള്ളലാഭം ഉണ്ടാക്കി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് സെനറ്റ് കമ്മിറ്റിയുടെ മുമ്പിലേക്ക് ഈ ആഴ്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരുമെന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. അവിടെ ശരിക്കും ഓരോ ചോദ്യത്തിനും ഉത്തരം പറയേണ്ടി വരും. മറ്റുള്ള രാജ്യങ്ങളിലെ പോലല്ല, നമുക്ക് തന്നെ ഇത് യൂട്യൂബിൽ കാണാൻ പറ്റും. ശരിക്കും ഒരു റോസ്റ്റിംഗ് ആയിരിക്കും. പ്രത്യേകിച്ച് മിനാബിലെ കുട്ടികളുടെ മരണത്തിന് പീറ്റ് ഹെഗ്സത്ത് അവിടെ മറുപടി പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇന്നലെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതും റിപ്പോർട്ട് ചെയ്തതുമാണ് നേറ്റോയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങും എന്നുള്ളൊരു പ്രസ്താവന, അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ ഡൊണാൾഡ് ട്രംപ് നൽകുമെന്ന്. അത് സംബന്ധിച്ച് ഒരു വാക്ക് പോലും ഡൊണാൾഡ് ട്രംപ് ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞില്ല. കാരണം ഒരുപക്ഷെ ജോ ബൈഡൻ ഇറങ്ങും മുമ്പ് നേറ്റോയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങണമെങ്കിൽ US കോൺഗ്രസിന്റെ അനുമതി വേണമെന്ന് ഒരു അമെന്റ്മെന്റ് എഴുതി ചേർത്തിരുന്നു. ഒരുപക്ഷെ അതായിരിക്കാം. തന്നെയുമല്ല, നേറ്റോ ജനറൽ സെക്രട്ടറി മാർക്കോ റൂട്ടോയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധം, അദ്ദേഹം അടുത്തയാഴ്ച മാർക്കോ റൂട്ടോ അമേരിക്ക സന്ദർശിക്കുന്നുണ്ട്. അതുകൊണ്ട് അവസാന നിമിഷം നടന്ന ചില ഇടപെടലുകളായിരിക്കാം. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇന്നലെ സെക്യൂരിറ്റി കൗൺസിലിന്റെ UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ബഹ്റൈൻ കൊണ്ടുവന്ന ഒരു പ്രമേയം, അതായത് ഹോർമൂസ് കടലെടുക്കിന്റെ അധികാരം സംബന്ധിച്ച്, അധികാരം പിടിച്ചെടുക്കുവാനായിട്ട് സായുധ സേനയെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു പ്രമേയം കൊണ്ടൊന്നും റഷ്യയും ചൈനയും കരട് രൂപത്തെ എതിർത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് അത് പാസ്സാവുകയാണെങ്കിൽ ഹോർമൂസ് കടലെടുക്ക് സംബന്ധിച്ച് ഒരു വലിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.